കോഴിക്കോട് കൊയിലാണ്ടി മുതുകുന്ന് മലയിൽ വീണ്ടും സംഘർഷം. ദേശീയപാത നിർമ്മാണത്തിനായുള്ള മണ്ണെടുപ്പ് നാട്ടുകാർ തടഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ 40ഓളം സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, ആദ്യം സംഘർഷമുണ്ടായിരുന്നു, വീണ്ടും സംഘർഷം വരുന്നു. പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രതിഷേധക്കാരുടെ ആവശ്യം എന്താണ്? അറസ്റ്റ് ചെയ്ത് നീക്കിയ പോലീസുകാർ എന്താണ് പറയുന്നത്? ഒപ്പം തന്നെ മറ്റ് അധികാരികൾ ആരെങ്കിലും അവിടെ എത്തിയോ? അവരുടെ വിശദീകരണം എന്താണ്? ശ്രീനിത, ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായാണ് വകാട് കമ്പനിക്ക് ഈ മുതുകുന്നുമലയിൽ നിന്നും മണ്ണെടുക്കാൻ ജിയോളജി വകുപ്പ് അനുമതി നൽകിയത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നും ഈ ദേശീയപാത അധികൃതരും ഒപ്പം തന്നെ വകാട് കമ്പനിയും അവിടെ മണ്ണെടുക്കാനായി എത്തിയത്. കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ സമരസമിതി പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഈ പ്രതിഷേധക്കാർ പറയുന്നത് ഈ ആളുകൾ ഇവിടെ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ്. അത് മാത്രമല്ല, ഈ മലയുടെ മുകളിൽ ഒരു വാട്ടർ ടാങ്കും സ്ഥിതി ചെയ്യുന്നുണ്ട്. മണ്ണെടുപ്പ് നടക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അത് ആപത്തുണ്ടാക്കുകയും ഈ വാട്ടർ ടാങ്ക് അവിടെ പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനെ തുടർന്നാണ് ഇന്നും പ്രതിഷേധമുണ്ടായത്. കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടാവുകയും ജില്ലാ കളക്ടറുമായി അതിൽ ചർച്ച നടക്കുകയും ചെയ്തിരുന്നു. ഇന്നും പ്രതിഷേധമുണ്ടായി. ഏതാണ്ട് 40ലധികം ഈ സമരസമിതി അംഗങ്ങളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്. ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മേപ്പാടി പോലീസ് സ്റ്റേഷന് മുമ്പിൽ മേപ്പയൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം നടന്നു വരികയാണ്. അതേസമയം പോലീസ് പറയുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ ഈ നാട്ടുകാരെ സ്വയം ജാമ്യത്തിൽ വിട്ടയക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും നാട്ടുകാർ ഈ പരാതിയുമായി കോടതിയും സമീപിച്ചിട്ടുണ്ട്. കോടതിയുടെ ഒരു അനുകൂല ഉത്തരവ് ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ജിയോളജി വകുപ്പ് ഈ അനുമതി നൽകിയതിലും മറ്റു പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ പറയുന്നത്. ഈ പ്രദേശത്തെ പ്രതിഷേധത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട്. അതേസമയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധം നടന്നു വരികയാണ്. ശ്രീനിത, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.